മുമ്പ് ചോദിച്ചതല്ലേ? പേരോട് സഖാഫിയോട് ബഹുമാന ഹുസൈൻ സലഫി നാദാപുരത്ത് വെച്ച് ചോദിച്ചു. റിസാലയിലെയും സിറാജിലെയും ചില ഭാഗങ്ങൾ എടുത്ത് വെച്ച് ചോദിച്ചപ്പോ എന്താ പേരോട് പറഞ്ഞത്? അവിടെ സിറാജിന്റെ ഓഫീസിൽ ഇരിക്കുന്നത് ഞാനാണോ? റിസാലിന്റെ ഓഫീസിൽ ഇരിക്കുന്നത് എ പി ഉസ്താദാണോ? ഇവരെന്താളെ സുന്നുള്ളൂ എന്ന് കരുതും. ഇതാണ് കഥ. എങ്കിൽ ചോദിക്കട്ടെ, അവിടെ മുജാഹിദ് പ്രസ്ഥാന നേതാക്കന്മാർ ആരെങ്കിലും ആണോ ഇരിക്കുന്നത്? പറയണ്ടേ നിങ്ങള്? നിങ്ങൾക്ക് പറയാൻ. അപ്പോ 6 ഒന്നാമത്തെ മറുപടി പിടിച്ചോ. ബയാനിയ ബുക്ക് സ്റ്റാൾ ഇറക്കിയതാണ് ഇത്. ഏത്? ഇവിടെ ഞാൻ വായിച്ച കോപ്പി അതിലുള്ളതാണ്. നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. ഇനി ഒരു സംഗതിയുടെ ഇടക്ക് ഈ സംവാദ ചർച്ചക്കിടയിൽ തന്നെ അലവി സഖാഫി ഇതിനെ കൈയൊഴിക്കുന്നുണ്ട്. മാലകളിലും മൗലിദുകളിൽ പല ജാതി കള്ളങ്ങളുണ്ട്, കെട്ടിയുണ്ടാക്കിയവയുണ്ട്. ഉദാഹരണത്തിന് സിദ്ദീഖ് മൗലിദ്, ഇവർ പറയാ സിദ്ദീഖ് മൗലിദ്, എന്നിട്ടോ അതില്ലാത്ത സിദ്ദീഖ് മൗലിദും ഉണ്ട്. ഏത്? ഈ കള്ളക്കഥ ഇല്ലാത്ത സിദ്ദീഖ് മൗലിദുണ്ട്. റഷീദ് സഖാഫിനെ അടുത്തിരുത്തിയാണ്ടാണ് അലവി സഖാഫി പറയുന്നത്. രസമുണ്ട്, നമുക്ക് കാണാമത്. അപ്പൊ നിങ്ങള് ആ അലവി സഖാഫി പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസ്സുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു സിദ്ദീഖ് മൗലിദ്, ഈ കള്ളക്കഥ ഇല്ലാത്ത സിദ്ദീഖ് മൗലിദ് എവിടെയുണ്ട്? വേറെ പ്രസ്സിലുണ്ട്. എന്നാ അലവി സഖാഫി ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരത്തോട് ചോദിച്ച ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തേ? കൂടെ ഇരിക്കുമ്പോൾ കൈവിടേണ്ടിയില്ലായിരുന്നു. എന്തേ? അടുത്തിരുത്തിയിട്ട് റഷീദ് സഖാഫി കുറ്റ്യാടി അടുത്തിരുത്തിയിട്ടല്ലേ നിങ്ങൾ വർത്താനം പറഞ്ഞത്? മുജാഹിദുകൾക്കല്ല ആ വാക്ക് കൊള്ളുന്നത്. അതിന്റെ 10 മടങ്ങ് ശക്തിയോടെ, അതേ 100 കുതിര ശക്തിയോടെ, ആ പവറോടെ അത് ചെന്ന് തറക്കുന്നത് റഷീദ് സഖാഫിയുടെ നെഞ്ചകത്താണ് എന്ന കാര്യം മറക്കാൻ പാടില്ല. വെറുതെ പറയുകയല്ല ഞങ്ങള്. കേട്ടോ, റഷീദ് സഖാഫി ആ കള്ളക്കഥയെ നിങ്ങൾ കള്ളക്കഥയാണെന്ന് പറഞ്ഞില്ലേ? ആ കള്ളക്കഥ ഇല്ലാത്ത കോപ്പികളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ആ കള്ളക്കഥയെ, ഇതാ റഷീദ് സഖാഫി കുറ്റ്യാടി ന്യായീകരിക്കുന്നു. അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ചന്റെ ഇനിയും കുറെ സബീനെ തള്ളിയതും അതുപോലെ കുറെ സംഗതി നമുക്ക് വരാണ്ട്. അതിനിടയ്ക്ക് യുദ്ധം നടത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരന്മാരെ, എന്താണ് ഈ വിഷയത്തില്? റഷീദ് സഖാഫി കുറ്റ്യാടി ഇത് വായിച്ചിട്ട് ഫജാഹു ജിബ്രീൽ, അവിടെ എത്തിയ മൂപ്പരാണ് സ്റ്റെക്കാകുകയാണ്, ടയർ പഞ്ചറാവുക. എന്നിട്ട് മൂപ്പരിങ്ങനെ നിന്നിട്ട് എന്താണ് എന്ന് വന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോളാ ഇത് നമ്മൾ വാദപ്രതിവാദ വ്യവസ്ഥയിൽ ചോദിച്ചു, ഇടക്കിടക്ക് ചോദിച്ചു. ഓരോ വിഷയം പറയുമ്പോൾ സിദ്ദീഖ് പോലെ എടുത്തിടും. മൂപ്പർക്ക് നല്ല ഇടങ്ങേറുണ്ട്. ഒപ്പം ഇരിക്കണവരെല്ലാം ചിരിക്കുകയാണ്. കാരണം മൂപ്പരെ ഉദ്ദേശിക്കുന്നത് ഓൽക്കെന്നെ അറിയാലോ. ആ കോലത്തില് ഇടങ്ങേറായി മുസ്ലിയാക്കന്മാര്. എന്നിട്ട് ഇയാളത് ബാക്കി വായിക്കൂല. ഫജാഅഹു ജിബ്രീൽ കഴിഞ്ഞിട്ട് ബാക്കി വായിക്കൂല. ഈ വേദികളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ പണ്ഡിതന്മാർ ചോദിച്ചില്ലേ, ഒന്ന് വായിക്കുമോ നിങ്ങളതിന്റെ ബാക്കി എന്ന്? വായിക്കാൻ റഷീദ് സഖാഫി നമ്മൾ തന്നെ പലപ്പോഴും ഇതുപോലെ ഖണ്ഡന രംഗത്ത് ഏറ്റുമുട്ടിയപ്പോ വായിച്ചോ നിങ്ങള്, വിശദീകരിച്ചോ നിങ്ങള്? കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് കഴിയില്ല. ശ്രദ്ധിക്കുക ഭാഗം. അവന്റെ ഭർത്താവും ഒരുമിച്ച് കൂടുകയാണ്. നബിതങ്ങളോട് അരികിലേക്ക് അവൾ പോയി. അങ്ങനെ നബിതങ്ങളോട് അവളുടെ ഭർത്താവ് വന്ന് വിവരം പറഞ്ഞു. നബിതങ്ങൾ ദീർഘമായി ചിന്തിച്ചു നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഈ
സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞു. ആ വിഷയം സത്യമാകാതെ ശരിയാകാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമായില്ലേ? അപ്പൊ നബി തങ്ങളുടെ മഹത്വത്തെക്കാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയല്ലേ മൗലിദ് കിതാബ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രചരണം. ഇല്ല, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനേക്കാൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമുണ്ട് എന്നൊന്നും പറയാനല്ല ഇവിടുത്തെ സംഭവം. ഇനി ഒരു ഹദീസ് ഞാൻ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉദ്ധരിക്കട്ടെ. ഇതിന് സമാനമാകുന്ന ഒരു സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഈ സംഭവം ഉദ്ധരിക്കുന്ന നബിതങ്ങളുടെ മഹത്വത്തെക്കാൾ വേറെ ആൾക്ക് മഹത്വമുണ്ട് എന്ന് പറയാനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോ ഇനി ബുഖാരിയിൽ മുസ്ലിം ഇതിന് സമാനമായ സംഭവം ഉണ്ട് എന്നാണ് പറയാൻ പോണത്. ന്യായീകരിക്കാണ്. ഇതിന് സമാനമായ സംഭവം ഇല്ല. എന്നിട്ട് ഈ സംഭവത്തെയാണ് ആര് എതിർത്തത്? അലവി സഖാഫി റഷീ സഖാഫിയെ ഒപ്പയിരുത്തിയിട്ട് എതിർത്തത്. തൊട്ടടുത്തിരുത്തിയിട്ട് കള്ളക്കഥയാണ്, ഇതില്ലാത്ത കിതാബുണ്ട്, നാണമില്ലേ നിങ്ങൾക്ക്, ലജ്ജയില്ലേ നിങ്ങൾക്ക്, ഊളൂപ്പ് ഇല്ലേ നിങ്ങൾക്ക്, കൂടെ ഇരിക്കുമ്പോ കൈവിടേണ്ടിയില്ലായിരുന്നു അലവി സഖാഫി, മോശമായി പോയി, ചതിയായി പോയി, വഞ്ചനയായി പോയി. നിങ്ങൾ ഒരു ടീമായി വന്നല്ലേ. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, പേരോട് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണ്. അലവി സഖാഫി പറഞ്ഞ അത് കള്ളക്കഥയാണെന്നാണ്. 2 തെളിവുകൾ തന്നു. ഒന്ന്, ഇതാ ഈ പറഞ്ഞ പോലെ റഷീ സഖാഫി പറഞ്ഞത് ഒന്ന്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ നിലക്കുള്ള മാലയും. ഇനി അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനമായ കാര്യമുണ്ട്. 3ാമത്തെ തെളിവ് ഈ വിഷയത്തിൽ. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇടയ്ക്കൊരു സംഗതി പറയട്ടെ, ഞങ്ങൾ ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചത്. ഈ മൗലിദ് കിതാബ് ബയാനി ഇറക്കണമെന്നറിയോ? 1970-ലാണ് ഈ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. വല്ലാതൊന്നും കാലം ആയിട്ടില്ല. നിങ്ങൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ സഹോദരന്മാരെ മനസ്സിലാക്കുക, ഈ നിലക്ക് 1970 വരെ നിങ്ങളുടെ ബയാനിയ പ്രസ് അത് അടിച്ചിറക്കിയ പ്രസിദ്ധീകരണം, ആ മാലയിൽ പോലും ഇതുണ്ട്. അടുത്ത തെളിവ് പിടിച്ചോ, എന്താണെന്നറിയോ? ഇത് കടമേരിയിലെ റഹ്മാനിയ ബഹ്ജത്ത് പബ്ലിഷിംഗ് ബ്യൂറോ, റഹ്മാനിയ കടമേരി, ഇവരിറക്കിയിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅ നേർവഴിയുടെ പാഠം എന്ന പ്രസിദ്ധീകരണമാണ്, പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്ന ഭാഗം കേട്ടോളൂ. മൗലിദ് രചനകളുടെ നീണ്ടകാലത്തെ ഇരുത്തം പറയാനുണ്ട് കേരളത്തിന്റെ മണ്ണിന്. ഒരുപക്ഷെ ഇത്രമാത്രം മൗലിദുകൾ രചിക്കുകയും ആവേശപൂർവ്വം അത് കൊണ്ടു നടക്കുകയും ചെയ്ത മറ്റൊരു ഇസ്ലാമിക സമൂഹം ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. അവത് ഇവിടെ ഈ ടാവട്ടത്തിലേ ഉള്ളൂന്ന് മനസ്സിലായില്ല. ഇവിടെ ഈ ഒരു കേരളത്തിലെ ടാവട്ടത്തിലേ ഇതുള്ളൂ. എന്താ പറഞ്ഞത്? ഒരുപക്ഷെ ഇത്രമാത്രം മൗലിദുകൾ രചിക്കുകയും ആവേശപൂർവ്വം അത് കൊണ്ടു നടക്കുകയും ചെയ്ത മറ്റൊരു ഇസ്ലാമിക സമൂഹം ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. ചെറിയ ഉൾനാടൻ പ്രദേശങ്ങളിൽ വരെ നിരവധി മൗലിദുകളാണ് വിരചിതമായത്. വെളിച്ചം കണ്ടതും കയ്യെഴുത്ത് പ്രതിയായി മാത്രം അവശേഷിച്ച് വെളിച്ചം കാണാതെ പോയതുമായ മൗലിദുകൾ ഉണ്ടതിൽ. ഇനി പറയാൻ, കേരളത്തിലെ ഉലമാക്കളുടെ ഭാഷയിലുള്ള അപാരമായ കഴിവിന്റെയും സരിക തപസ്യയുടെയും ആർജവമുള്ള മുദ്രകളായി 100 കണക്കിന് മൗലിദുകൾ നിലകൊള്ളുന്നു. ഇനി പറയാൻ എന്താ, കേരളത്തിൽ വിരചിതമായ ചില മൗലിദുകളും അവയുടെ കർത്താക്കളും എന്ന് പറഞ്ഞിട്ട് 1 മങ്കൂസ്, 2 ബദർ, 3 അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് മൗലി എന്ന് പറയുന്ന ഒരു സംഗതി, സിദ്ദീഖ് മൗലിന്റെ പേരിൽ മൗലിദ് ഉണ്ട്. പേരോട് എന്താ പറഞ്ഞത്? നമ്മളൊന്നും അംഗീകരിക്കുന്നേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കൈയൊടിച്ചില്ലേ? കൈയൊടിക്കാൻ സാധ്യമല്ല നിങ്ങൾക്ക്. ഇനിയും പിടിച്ചോ, നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. ഏതാ പുസ്തകം എന്നറിയോ? ഏതാ പ്രസിദ്ധീകരണം? നിങ്ങളുടെ സെൻസിംഗ് ആണ്. ഈ സെൻസിംഗിൽ ഇതാ ഒരു മൗലിദ് കിതാബിന്റെ പ്രകാശ